ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അക്വാ ടിപ്സ് ആൻഡ് ഫിഷസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗൈസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത് ആരപ്പൈമ ഫിഷിനെ കുറിച്ചുള്ള ഒരു ചെറിയ റിവ്യൂ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ ടോപ്പിക് എവിടുന്നാണ് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതിലാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ആരപ്പൈമ ഇതിനെക്കുറിച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വിടാം. ആരപ്പൈമ ഫിഷുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ വലുതാവുന്ന, വളരെ വലിപ്പം വെക്കുന്ന ഒരു ഫിഷാണ്. അറ്റ്ലീസ്റ്റ് ഈ ഒരു ആരപ്പൈമ ഫിഷിന് നാലോ അല്ലെങ്കിൽ 5 ഫീറ്റ് വരെ വലിപ്പം വെക്കുന്നതാണ് ഈ ഒരു ആരപ്പൈമ ഫിഷ്. ഈ ഒരു ഫിഷ് ആമസോൺ റിവറിൽ കാണപ്പെടുന്ന ഒരു ഫിഷാണ് ഈ ഒരു ആരപ്പൈമ ഫിഷ്. ആമസോൺ റിവറിലാണ് ഈ ഒരു ഫിഷിൻ്റെ ഒറിജിനും. ഈ ഒരു ഫിഷിനെ നിങ്ങൾക്ക് വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വലിയൊരു ടാങ്ക് തന്നെ ആവശ്യമായിട്ടുണ്ടാവും. നിങ്ങൾ ചെറുത് വാങ്ങിയിടുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഫിഷ് വളരെ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഒരു ടാങ്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് വരും. ഈ ഒരു ഫിഷിൻ്റെ ലൈഫ് സ്പാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 15 മുതൽ 20 കൊല്ലം വരെയെങ്കിലും ജീവിക്കുന്ന ഒരു ഫിഷാണ് ഈ ഒരു ആരപ്പൈമ ഫിഷ്. പിന്നെ ഈ ഒരു ഫിഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഫിഷ് വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ എടുക്കുന്ന ഒരു ഫിഷല്ല. ബീറ്റ ഫിഷുകളെ പോലെ ഈ ഒരു ഫിഷ് വാട്ടർ സർഫേസിൽ നിന്നാണ് ഓക്സിജൻ എടുക്കുക. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫിഷിനായിട്ട് എക്സ്ട്രാ എയർ പമ്പും ഓക്സിജൻ ഫിൽറ്ററൊന്നും വെച്ച് കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. അപ്പം ഇതൊരു വളരെ നല്ലൊരു ബെനിഫിറ്റാണ് ഈ ഒരു ഫിഷിനെ വെച്ച് നോക്കുമ്പോൾ. ഈ ഒരു ഫിഷിൻ്റെ വാട്ടർ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏത് വെള്ളത്തിലും സർവൈവ് ആവുന്ന ഒരു തരത്തിലുള്ളൊരു ഫിഷാണ്. അത്ര മോശം തന്നെ ആയാലും ഈ ഒരു ഫിഷിന് വലിയ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ഫിഷിൻ്റെ ടെമ്പറേച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ 20 മുതൽ 30 ഡിഗ്രി വരെ ഈ ഒരു ഫിഷ് വളരെ നല്ലപോലെ സർവൈവ് ആവുന്നതാണ്. പിന്നെ ഈ ഒരു ഫിഷ് ഒരു പ്രൊഡക്റ്റീവ് ഫിഷാണ്. ഈ ഒരു ഫിഷിനെ കൂടെ നിങ്ങൾ ഈ ഒരു ചെറിയ ഫിഷുകളൊക്കെ വെക്കുകയാണെങ്കിൽ ഇതങ്ങനെ തന്നെ ഈ ഒരു ഫിഷിനെ മറ്റേ ചെറിയ ഫിഷുകളെ ഇത് വിഴുങ്ങി തിന്നുന്നതാണ് ഈ ഒരു ഫിഷ്. പിന്നെ ഈ ഒരു ഫിഷിന് കൂടെ നിങ്ങൾക്ക് ഏതൊക്കെ ഫിഷുകളെ ഇടാമെന്ന് ചോദിച്ചാൽ ഈ ഒരു ഫിഷിൻ്റെ മൗത്ത് സൈസിനെക്കാളും വലിപ്പമുള്ള ഫിഷ്, അതായത് ഏകദേശം ഈ ഒരു ഫിഷിൻ്റെ ത്തോളം വലിപ്പമുള്ള ഫിഷുകളെ നിങ്ങൾക്ക് ഈ ഒരു ഫിഷിൻ്റെ കൂടെ ടാങ്ക് മൈറ്റ് സൈസ് ഇടാവുന്നതാണ്. ഓസ്കാർ അതുപോലുള്ള ഫിഷുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫിഷിൻ്റെ കൂടെ ഇടാവുന്നതാണ്. പിന്നെ ഇപ്പോൾ അത് നമ്മളെ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഫിഷ് മാർക്കറ്റിലേക്ക് അത് വളരെ റെയറായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഷ് ഏകദേശം 5 മുതൽ 6 ഇഞ്ച് വലിപ്പം വരെയുള്ള ഈ കുഞ്ഞുങ്ങളെയൊക്കെ ആയിരിക്കും നമ്മൾ ഫിഷ് ഷോപ്പിലൊക്കെ വെക്കുക. പിന്നെ ഇതുപോലുള്ള ഫിഷുകളെ അക്വേറിയത്തിന് സ്യൂട്ടാവുമെന്ന് ചോദിച്ചാൽ സ്യൂട്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫിഷിനെ ബേസിക്കായിട്ട് സൂകളിൽ പിന്നെ അതുപോലെ പ്രദർശനം ചെയ്യാൻ വലിയ കുളങ്ങളിലൊക്കെയാണ് ഈ ഒരു ഫിഷിനെ അധികവും വളർത്താറുള്ളത്. പിന്നെ നിങ്ങൾ ഈ ഒരു ഫിഷിനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഫിഷിനെ വളർത്തുന്നവരുണ്ടെങ്കിൽ അവർ വാങ്ങുമ്പോൾ വളരെ ചെറുതായിരിക്കും. അപ്പോൾ ആ ചെറിയ സൈസ് വലിപ്പം ഉണ്ടാകുമ്പോൾ ഈ ഒരു ഫിഷ് വളരെയധികം ആക്റ്റീവ് ആയിരിക്കും. പിന്നെ കൂടെ ഈ ഒരു ഫിഷ് വലുതാകുമ്പോൾ ഈ ഒരു ഫിഷിൻ്റെ ആക്റ്റീവ്നെസ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വലുതാകുമ്പോൾ ഈ ഒരു ഫിഷ് ആക്റ്റീവ്നെസ് കുറയും, വളരെ മെല്ലെ ആയിരിക്കും ഈ ഒരു ഫിഷ് സ്വിമ്മൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഒരു ഫിഷിനെ ചെറിയ സൈസിൽ വാങ്ങി വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടാങ്കിൻ്റെ ടോപ്പ് എന്തെങ്കിലും വെച്ചൊന്ന് ക്ലോസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു ഫിഷ് ചെറിയ സൈസിലായതുകൊണ്ട് വളരെ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ജമ്പ് ചെയ്ത് പുറത്തു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ടാങ്ക് ക്ലോസ് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് ക്ലോസ് ചെയ്യരുത്, കുറച്ച് തുറന്നിടണം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഫിഷിന് ബ്രീത്ത് ചെയ്യാൻ വരുമ്പോൾ ഓക്സിജൻ അതുവഴി കടന്നു വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് തുറന്നു വെക്കേണ്ടത് നല്ലതാണ്. പിന്നെ ഈ ഒരു ഫിഷ് വലുതായാൽ പിന്നെ ഈ ഒരു വലിയ സീനൊന്നും ഉണ്ടാകുന്നതല്ല, നിങ്ങൾക്ക് ഈ പ്രശ്നം സോൾവ് ആവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫിഷിൻ്റെ ടാങ്ക് സെറ്റപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പ്ലാന്റ്സൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ റോക്സ്, സാൻഡ് അതുപോലുള്ളതൊക്കെ യൂസ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾ ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ ഹൈറ്റ് കൂടുതലുള്ള ടാങ്കല്ല വേണ്ടത്, ലെങ്ത്ത് കൂടുതലുള്ള ടാങ്കാണ് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിഷിന് സ്വിമ്മ് ചെയ്യാൻ ലെങ്ത്ത് കൂടിയ ടാങ്കാണ് വളരെ കംഫർട്ടബിൾ. അപ്പോൾ നിങ്ങൾ ഹൈറ്റ് കുറച്ചിട്ട് ലെങ്ത്ത് ഉള്ള ടാങ്ക് വളർത്തുന്നതാണ് വളരെ നല്ലത് ഈ ഒരു ഫിഷിനെ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫിഷിന് ഏതൊക്കെ തരത്തിലുള്ള ഫുഡുകൾ കൊടുക്കാമെന്ന് വെച്ചാൽ അധികം ലൈവ് ഫുഡാണ് ഈ ഒരു ഫിഷിന് കൊടുക്കേണ്ടത്. ലൈവ് ഫുഡ് മീൻസ് ഫ്ലഷ്, ഇറച്ചി അതുപോലുള്ളതൊക്കെയാണ് ഈ ഒരു ഫിഷിന് കൊടുക്കേണ്ടത്. പിന്നെ ചെറിയ മീനുകൾ ഇതിനൊക്കെ ഇവർക്ക് ഭക്ഷണമായി കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ
ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ വേറെ ഏതെങ്കിലും മീനുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ വീഡിയോ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ